മുണ്ടക്കയം ബൈപ്പാസിൽ നിന്നും മണിമലയാറിന് കുറുകെ നടപ്പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പൂഞ്ഞാറമ്മലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംഘവും സ്ഥലം സന്ദർശിച്ചു. പഴയ മുണ്ടക്കയം വേങ്ങക്കുന്ന പുത്തഞ്ചന്ത നിവാസികൾക്ക് വളരെ വേഗത്തിൽ മുണ്ടക്കയം ടൗണിലേക്ക് എത്തുന്നതിന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നടപ്പാലം നിർമ്മിക്കുക. കൂടാതെ 1 കോടി രൂപ മുടക്കി ആധുനിക രീതിയിൽ നവീകരിക്കുന്ന മുണ്ടക്കയം പുത്തഞ്ചന്ത സ്റ്റേഡിയത്തിലേക്ക് ആളുകൾക്ക് മുണ്ടക്കയം ടൗണിൽ നിന്ന് എത്തിച്ചേരുവാനും നടപ്പാത ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ. മഴക്കാലത്ത് മണിമലയാറ്റിലെ ജലനിരപ്പ് ഉയർന്നാലും കേട് സംഭവിക്കാത്ത രീതിയിലാണ് നടപ്പാലം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യപടിയായി ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുക. തുടർന്ന് ആവശ്യമായി വരുന്ന ഫണ്ട് അനുവദിക്കുമെന്നും MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അറിയിച്ചു. പുത്തഞ്ചന്ത സ്റ്റേഡിയത്തിൽ നടക്കുന്ന വിവിധ കായിക മത്സരങ്ങൾ കാണാൻ വരുന്ന കായിക പ്രേമികൾക്ക് ഉപയോഗിക്കത്തക്ക നിലയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പഴയ മുണ്ടക്കയം വേങ്ങക്കുന്ന പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഉപകരിക്കത്തക്ക നിലയിൽ ഇവിടെ ഒരു നടപ്പാലം പഞ്ചായത്തുമായി ചേർന്ന് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് MLA ഫണ്ട് കൂടി വിനിയോഗിച്ചുകൊണ്ട് ഒരു നടപ്പാലം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് മറുവശത്തുള്ള റോഡിൻ്റെ പഴയ മുണ്ടക്കയം റോഡിലേക്ക് പ്രവേശിക്കത്തക്ക രീതിയിലാണ്. ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ സാങ്കേതിക അനുമതി ലഭ്യമാവണം. അതിനുശേഷം ടെൻഡർ നടപടികൾ അങ്ങനെ ഇതിൻ്റെ പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഏതായാലും ഇവിടെ ഒരു നടപ്പാലം നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്ഥാനനിർണ്ണയം അടക്കമുള്ള പ്രാഥമിക നടപടികൾക്കാണ് ഇപ്പോൾ ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ഇവിടെ സന്ദർശിച്ചിട്ടുള്ളത്. അതോടൊപ്പം മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് മുണ്ടക്കയം സ്റ്റേഡിയം നവീകരിക്കുകയാണ്. അതിന് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന് എത്രയാണ് തുക എന്നുള്ളത് എസ്റ്റിമേറ്റ് അന്തിമമായതിനു ശേഷമേ അതിന് വരുന്ന തുക മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വരുന്ന തുക എത്രയാണെങ്കിലും അത് അനുവദിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒപ്പം മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ ആളുകൾക്ക് ബസ്സിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും മഴ നനയാതെ ബസ്സിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒരു സൗകര്യം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, വൈസ് പ്രസിഡന്റ് ഷീല ഡൊമിനിക്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ദിലീഷ് ദിവാകരൻ, ഷിജി ഷാജി, പ്രസന്ന ഷിബു, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ചാർലി കോശി, അനിയച്ചൻ മൈലപ്ര, പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തിന് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.